ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം T20യും ജയിച്ച് പരമ്പര പിടിക്കാൻ ഇന്ത്യ ഇന്നിറങ്ങും. ജോഹാൻസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:30-നാണ് മത്സരം തുടങ്ങുക. ടിവിയിൽ സ്പോർട്സ് 18 നെറ്റ്വർക്കിലും ലൈവ് സ്ട്രീമിംഗിൽ ജിയോ സിനിമയിലും മത്സരം കാണാം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സഞ്ജു സാംസണിന്റെ സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ ആധികാരിക ജയം നേടിയപ്പോൾ 2ാം T20യിൽ 125 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ദക്ഷിണാഫ്രിക്ക 3 വിക്കറ്റ് വിജയം നേടി. ഇന്ത്യയുടെ തുടർച്ചയായ 11 വിജയങ്ങളുടെ വിജയപരമ്പരയ്ക്കും ഇതോടെ അവസാനമായെങ്കിലും 3ാം T20യിൽ തിലക് വർമ്മയുടെ സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ ജയിച്ച് ഇന്ത്യ പരമ്പരയിൽ മുന്നിലെത്തി. ഇന്നത്തെ ജയത്തോടെ പരമ്പര ആധികാരികമായി സ്വന്തമാക്കുകയാണ് സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. തുടർ സെഞ്ചുറികൾക്ക് പിന്നാലെ തുടർ ഡക്കുകളുടെ ക്ഷീണം മാറ്റാൻ മലയാളി താരം സഞ്ജു സാംസൺ ഇറങ്ങുമ്പോൾ പരമ്പരയിൽ ഇതുവരെ ഫോമിലാവാത്തതിന്റെ കണക്ക് തീർക്കുകയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ലക്ഷ്യം. ജയിച്ച 2 കളികളിലും 2 താരങ്ങൾ സെഞ്ചുറി നേടിയപ്പോൾ മറ്റ് താരങ്ങളിൽ നിന്ന് വലിയ പ്രകടനങ്ങൾ ഉണ്ടായില്ല. ബൌളിംഗിൽ വരുണ ചക്രവർത്തിയുടെയും അർഷ്ദീപിന്റെയും പ്രകടനങ്ങളാണ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നത്. മറുവശത്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രത്തിന്റെ നിറം മങ്ങിയ പ്രകടനമാണ് തലവേദന. ഓപ്പണിംഗിൽ റിക്കി ടൻഡീസ് ഹെൻഡ്രിക്സ് സഖ്യത്തിനും മികച്ച പ്രകടനം നടത്താനായിട്ടില്ല. ബൌളിംഗിൽ കേശവും മഹാരാജും കഴിഞ്ഞ മത്സരത്തിൽ മാർക്കോ യാൻസനും മികവ് കാട്ടിയെങ്കിലും മറ്റ് താരങ്ങൾ നിറം മങ്ങിയതും ആതിഥേയയ്ക്ക് ആശങ്കയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര കഴിഞ്ഞാൽ അടുത്ത വർഷം ജനുവരിയിൽ മാത്രമാണ് ഇന്ത്യ അടുത്ത T20 പരമ്പര കളിക്കൂ എന്നതിനാൽ ഇപ്പോൾ ടീമിലുള്ള താരങ്ങൾക്കെല്ലാം ടീമിൽ സ്ഥാനം നിലനിർത്താൻ ഇന്ന് മികവ് കാട്ടിയേ മതിയാകും. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര T20 പരമ്പരയിലാണ് ഇന്ത്യ ജനുവരിയിൽ കളിക്കുക.